ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഓണമൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓണം സ്പെഷ്യലായിട്ടുള്ള ഒരു ചോക്കറിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കതിനായിട്ട് ആവശ്യമുള്ള ഐറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഗിയർ വയർ വേണം, പിന്നെ നമ്മുടെ മെയിൻ ടൂളായിട്ടുള്ള സ്പ്ലെയർ വേണം, പിന്നെ റെയിൻ സ്റ്റോൺ. ഇതാണ് റെയിൻ സ്റ്റോൺ എന്ന് പറയുന്നത്. ഇത് പല ഷേപ്പിലും പല കളേഴ്സിലും അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് സ്ക്വയർ ഷേപ്പിലുള്ളതാണ്. ഇതിൻ്റെ രണ്ട് സൈഡിലായിട്ട് 4 ഹോൾസ് ഉള്ളതാണ്. ഇത് പല ടൈപ്പുണ്ട്, അതായത് 4 ഹോൾസ് ഉള്ളതുണ്ട്, 6 ഹോൾസ് ഉള്ളതുണ്ട്. ഇതിപ്പോൾ ഞാൻ 4 ഹോൾസ് ഉള്ളതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഓവൽ ഷേപ്പിലുള്ളതാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിലായിട്ട് 4 ഹോൾസ് ഉള്ളതാണ്. ഇത് സെൻറ്റർ പോർഷനിൽ വയ്ക്കാനും അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് റെഡ് സ്റ്റോണും വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഞാനൊരു പേൾ ചെയിൻ എടുക്കുന്നുണ്ട്. ഇതാണ് പേൾ ചെയിൻ എന്ന് പറയുന്നത്. പേൾ ചെയിൻ ഞാൻ കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ള ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഗിയർ വയർ, ഗിയർ ലോക്ക്, ജംപ് റിങ്ങൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് ആവശ്യത്തിന് ഗിയർ വയർ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതാണ് ലോക്ക് ബീഡ് എന്ന് പറയുന്നത്. ഗിയർ ലോക്ക് അല്ല, ലോക്ക് ബീഡാണ്. ഞാനതിൻ്റെ വ്യത്യാസം കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് രണ്ടും എടുത്തിട്ടുള്ളത്. അതായത് ഇതാണ് ലോക്ക് ബീഡ് എന്ന് പറയുന്നത്. ഇനി ഗിയർ ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് കാണിച്ചു തരാം. ഇതാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. ഞാൻ അടുത്ത് കാണിച്ചു തരാം. അതെ, കണ്ടോ, ഇതാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. വളരെ കുഞ്ഞാണത്, വളരെ കുഞ്ഞായിട്ടുള്ള ഐറ്റമാണ് ഗിയർ ലോക്ക് എന്ന് പറയുന്നത്. എന്നാൽ ലോക്ക് ബീഡ് എന്ന് പറയുമ്പോഴത്തേക്ക് തിരിച്ച് കുറച്ചുകൂടി ഒരു ഷുഗർ ബീഡ്സിൻ്റെയൊക്കെ ഒരു സൈസ് ഉണ്ട്, ഏകദേശം സൈസ് വരും നമ്മുടെ ലോക്ക് ബീഡ് എന്ന് പറയുന്നത്. ഇത് രണ്ടും സെയിം പർപ്പസാണ്, പക്ഷേ അതുകൊണ്ട് എല്ലാവരും കോമൺ ആയിട്ട് അതിന് ഗിയർ ലോക്ക് എന്ന് പറയും. പക്ഷേ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവാൻ വേണ്ടിയിട്ട് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആവശ്യമായിട്ടുള്ള ഗിയർ വയർ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഗിയർ വയർ ഇരട്ടിക്ക് കട്ട് ചെയ്തെടുത്തിട്ട് ഞാൻ അതിനെ ഫോൾഡ് ചെയ്ത് പകുതിയായിട്ട് ഫോൾഡ് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതായത് 2 ഗിയർ വയേഴ്സ് നമുക്ക് ആവശ്യമാണ് സെപ്പറേറ്റ് ആയിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ലോക്ക് ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചെയിൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പേൾ ചെയിൻ, എടുത്ത പേൾ ചെയിൻ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നും എൻ്റെ കയ്യിൽ വീഡിയോയിൽ മിസ്സായി പോയിട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് ഞാൻ എടുത്തതിൽ എഡിറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് മിസ്സായിട്ടുണ്ട്. അതൊന്നും വീഡിയോയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് അത് കാണിക്കാത്തത്. അത് ലാസ്റ്റ് പാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ലോക്ക് ചെയ്യുന്നതിൻ്റെ മെത്തേഡൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനെ രണ്ടിൽ കൂടെയും ഈ റെയിൻ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡിലെ ഹോളിൽ കൂടെയും റെയിൻ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഗോൾഡൻ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വീണ്ടും റെയിൻ സ്റ്റോൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ സെൻറ്റർ പോർഷനിലായിട്ട് വരുന്ന രീതിക്ക് ഓവൽ ഷേപ്പിലുള്ള റെയിൻ സ്റ്റോണും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റെയിൻ സ്റ്റോൺ ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്തതാണ്. ഒരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ 10 രൂപയോ മറ്റോ ആയിരുന്നു. ഓവൽ ഷേപ്പിലുള്ള റെയിൻ സ്റ്റോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 10 രൂപയായിരുന്നു. റേറ്റ് കുറവായിരുന്നു, അതുകൊണ്ട് പർച്ചേസ് ചെയ്തതാണ്. പക്ഷേ എനിക്ക് ചെറിയ അബദ്ധങ്ങളൊക്കെ പറ്റി. അതായത് എനിക്ക് എല്ലാ പ്രോഡക്റ്റ്സും, ഞാൻ ഓർഡർ ചെയ്ത എല്ലാ പ്രോഡക്റ്റ്സും ഒന്നും എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. അതുകൊണ്ട് ഞാൻ ഓൺലൈൻ സ്റ്റോർ വഴി പർച്ചേസ് ചെയ്യുന്നത് ഞാൻ അധികം പ്രൊമോട്ട് ചെയ്യുന്നില്ല. അതായത് അത്രയും വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ഒരു തവണ ടെസ്റ്റിന് വേണ്ടിയിട്ട് ഒന്ന് പർച്ചേസ് ചെയ്തൊക്കെ നോക്കിയതിന് ശേഷം മാത്രമേ പിന്നെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പിന്നീട് പർച്ചേസ് ചെയ്യാവുള്ളൂ. അപ്പോൾ ഇനി നമ്മളിത് ഫസ്റ്റ് പാർട്ടിൽ മിസ് ചെയ്ത് പോയ ഭാഗമാണ് ഈ കാണുന്നതെന്ന് പറയുന്നത്. നമ്മളിത് ലോക്ക് ബീഡ് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം പേൾ ചെയിൻ ഇട്ട് കൊടുക്കുന്നു. പേൾ ചെയിനിനെ മാറ്റി നിർത്തിയിട്ട് ലോക്ക് ബീഡ്സിൻ്റെ ഇടയിൽ കൂടി ഗിയർ വയർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഗിയർ വയർ ഇട്ട് കൊടുത്ത ശേഷം ടൈറ്റ് ചെയ്യുക. ടൈറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലാസ്റ്റ് ഇട്ട 2 ഗോൾഡൻ ബീഡ്സിൻ്റെ കൂടി ഇടയിൽ കൂടി നമ്മൾ ഗിയർ വയറിനെ കയറ്റിയ ശേഷം ആണ് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും
എക്സ്ട്രാ വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്ക് ഗിയർ വയർ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ച് ഹാർഡായിട്ടുള്ളൊരു ഐറ്റമാണ്. അതായത് കമ്പിയാണ് അതിൻ്റെ അകത്ത് വരുന്നത്. അപ്പോൾ അത് കയറി ശരീരത്ത് കൊണ്ട് വേദനിക്കാതെയോ മുറിയാതെയോ ഒക്കെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോഴേ നമുക്ക് നല്ല ഫിനിഷിങ് കിട്ടുള്ളൂ. അപ്പോൾ ഇതിപ്പോൾ അങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അടുത്ത പോർഷനിലും അടുത്ത ഗിയർ വയറിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ലോക്ക് ബീഡ് ഇട്ട് കൊടുക്കുന്നു. അതിനുശേഷം പേൾ ചെയിൻ ഇട്ട് കൊടുക്കുന്നു. പേൾ ചെയിനിനെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കും. ഗിയർ ലോക്കിൻ്റെ ഇടയിൽ കൂടി നമ്മളിത് കയറ്റിയെടുക്കുന്നു. ശേഷം അതേ ഗിയർ വയർ തന്നെ ലാസ്റ്റ് നമ്മളിട്ട ഗോൾഡൻ ബീഡ്സിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. പ്ലെയർ വെച്ചോ കൈ വെച്ചോ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ ഈസിയാണ്. അത് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. നമുക്ക് ബീഡ്സ് നമ്മുടെ റൈൻ സ്റ്റോണൊന്നും ലൂസാവാതെ നമ്മൾ നോക്കണം ടൈറ്റ് ചെയ്യുമ്പോൾ. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ഗിയർ ലോക്ക് അവിടെ ലോക്കായിട്ടുണ്ട്. ബാക്കിയുള്ള പാർട്ട് നമ്മളിതേ കട്ട് ചെയ്ത് കളയുന്നു. അപ്പോൾ ഇപ്പോൾ തന്നെ ഏകദേശം നമ്മുടെ ഐറ്റം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു ജോലിയേ ഉള്ളൂ, ജംറിങ് ഇട്ട് കൊടുക്കുക. ജംറിങ്ങിനെ ഇങ്ങനെ അകത്തിയിട്ട് 2 ചെയിനിൽ കൂടിയും ജംറിങ് ഇട്ട് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ തന്നെ ജംറിങ് ഇട്ട് കൊടുക്കുക. ജംറിങ് ഇട്ട് കൊടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റൻഷൻ ചെയിൻ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബാക്ക് ത്രെഡും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബാക്ക് ത്രെഡാണ് ഇട്ട് കൊടുക്കുന്നത്. അതാണ് ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഇത് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. എങ്ങനെയുണ്ട് ഫൈനൽ ലുക്ക്? അടിപൊളിയായിട്ടുണ്ടോ? അപ്പോൾ ഇനി ഇതിൻ്റെ പെയറായിട്ടുള്ള കമ്മലും കൂടി ഞാനിവിടെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ്. കമ്മൽ സിമ്പിളായിട്ട് സെറ്റ് ചെയ്യുകയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഫെവി ബോണ്ടാണ്. ഫെവി ബോണ്ട് നമ്മുടെ സ്റ്റഡ് ബേസ് എടുക്കുന്നു. ഫെവി ബോണ്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ശേഷം നമ്മുടെ റൈൻ സ്റ്റോൺ തന്നെ വെച്ച് കൊടുക്കുന്നു. ഞാൻ പൊതുവെ ജ്വല്ലറി മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് ഫെവി ബോണ്ടാണ്. പിന്നെ ഹെയർ ആക്സസറീസിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് B7000 ഗ്ലൂവും. ജ്വല്ലറി മേക്കിങ്ങിന് ഫെവി ബോണ്ടുമാണ് കുറേ കൂടി ആപ്റ്റായിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിന് പെയറായിട്ടുള്ള കമ്മലും ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.